വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ഇതുവരെ ആകെ 774 പേർക്ക് നിയമനം നടന്നതായും അതിൽ 69% കേരളത്തിൽ നിന്നുള്ളവരാണെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. നിയമനം ലഭിച്ച കേരളത്തിലെ 534 പേരിൽ 453 പേരും തിരുവനന്തപുരം ജില്ലക്കാരാണ്. ഇതിൽ വിഴിഞ്ഞ നിവാസികളായ 286 പേർക്കും തൊഴിൽ ലഭ്യമായിട്ടുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രാദേശികമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുമെന്ന സർക്കാർ പ്രഖ്യാപനം കൃത്യമായി നടപ്പിലാക്കിയിരിക്കുകയാണ്. വിഴിഞ്ഞം സിവിൽ ഡെവലപ്മെന്റ് സെന്ററിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും പ്ലേസ്മെന്റ് പ്രഖ്യാപനവും വിഴിഞ്ഞം തുറമുഖ ഓഫീസിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നമ്മുടെ യുവജനതയ്ക്ക്, പ്രത്യേകമായി തീരദേശ മേഖലയിലെ യുവജനങ്ങൾക്ക് നൈപുണ്യ പരിശീലനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ തുറന്നിടുന്ന വലിയ കേന്ദ്രമായി മാറുകയാണ് ആസാപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞ സ്കാപ്പ് ഡെവലപ്മെന്റ് സെന്റർ. സ്കാപ്പ് ഡെവലപ്മെന്റ് സെന്ററിൽ പഠനവും പരിശീലനവും പൂർത്തിയായവർക്ക് ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ തൊഴിൽ ലഭിക്കുകയാണ്. തൊഴിൽ ലഭിച്ച ഗുണഭോക്താക്കളിൽ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും ഉണ്ടെന്നത് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. 2028-ൽ വിഴിഞ്ഞം പോർട്ട് പൂർണ്ണമായും സജ്ജമാവുക എന്ന ലക്ഷ്യത്തിലാണ് സർക്കാർ. 2024 ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കുകയും 1 ലക്ഷത്തിലധികം കണ്ടെയ്നർ ഈ വർഷം മാർച്ചിൽ തന്നെ എത്തിച്ചേരുകയും ചെയ്യും. റോഡ് റെയിൽ കണക്ടിവിറ്റി പ്രാവർത്തികമാക്കി ചരക്ക് ഗതാഗതം സുഗമമാക്കുമ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേരളത്തിന് മുന്നിൽ വലിയ വികസന സാധ്യതകൾ തുറന്നിടാനാകും. രാജ്യത്തിന്റെ ചരക്ക് നീക്കത്തിന്റെ വലിയൊരു ഭാഗവും കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിന് സാധിക്കും. അതോടൊപ്പം നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിശീലനം പൂർത്തിയാക്കിയ 3 ബാച്ച് IDV, 2 ബാച്ച് ലാഷർ കോഴ്സുകളിലെ മുഴുവൻ പേർക്കും വിഴിഞ്ഞം പോർട്ടിൽ ജോലി ലഭ്യമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.